CPM-നെ സംബന്ധിച്ചിടത്തോളം ഇടത്തെ കയ്യിലെ ആളിപ്പോൾ വലത്തെ കയ്യിലേക്ക് കൊടുത്തു എന്നല്ലേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഒന്നല്ലേ? ഇവർ പൊളിറ്റിക്കലി ആശയപരമായി ഒന്നായി കൊണ്ടല്ലേ ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ ഒപ്പമുള്ളത്. എന്നിട്ട് ഇവിടെ ഈ ചക്കുളത്തിപ്പോര് നടത്തുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? ഒരു കാലഘട്ടത്തിൽ വലിയേട്ടൻ കൊണ്ട് നടക്കുന്ന കാര്യം കുറച്ച് മുമ്പ് കൊച്ചേട്ടൻ കൊണ്ട് നടന്നിരുന്നു എന്നുള്ളത് കഴിച്ചാൽ ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ചേട്ടൻ ഭാവിയും അനിയും ഭാവിയും അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ തത്തിക്കളിച്ച് ആടിക്കളിക്കട കുട്ടിരാമ നീ ചാടിക്കളിക്കട കുട്ടിരാമ എന്ന് പറഞ്ഞ് കളിച്ചിരുന്നു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. ഞാൻ ചോദിക്കുന്നത് കൃത്യമായി പറയും നിഷ, കൃത്യമായി പറയും. ക്ഷേമ പെൻഷൻ ആ കാലഘട്ടത്തിലെ പ്രായക്കാർക്ക് കൊടുക്കണം. ഞാൻ പറയുന്ന കാര്യം കൃത്യ. പക്ഷേ വളർന്നു വരുന്ന തലമുറ ചെറുപ്പക്കാർ, മനോരമ ചാനൽ കാണുന്ന ചെറുപ്പക്കാരോട് ചോദിക്കുന്നത് സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകൾ മേടിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങളിലേക്കല്ല നിങ്ങൾ വളരേണ്ടത്. മറിച്ച് 2000 രൂപയ്ക്ക് വേണ്ടിയോ 1600 രൂപയ്ക്കോ നിൽക്കേണ്ടവരല്ല നിങ്ങൾ. മറിച്ച് മാസം 2 ലക്ഷം രൂപ ഈ സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് ഈ നാടിനകത്ത് തൊഴിലെടുത്ത് അവനവന്റെ കുടുംബത്തെ പോറ്റാൻ പ്രാപ്തിയുള്ള യുവാക്കളായി വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കി തരുന്ന സർക്കാരിലേക്കാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ ചിന്താഗതിയിലേക്കല്ലേ നിങ്ങൾ വളരേണ്ടത്.